ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പം അദ്ദേഹത്തിന് ശരിക്കും കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, അല്ലെങ്കിൽ ഇപ്പം എതിർ പാർട്ടിക്കാരെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള നിലപാടുകളൊക്കെ അദ്ദേഹത്തിന് ഒരു ബാക്ക് ഫയർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മള് നല്ലത് ചെയ്താൽ നല്ലത് പറയണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അഭിപ്രായക്കാരനാണ്. ശശി തരൂർ വളരെ ലെജൻഡായിട്ടുള്ള ഒരാളാണ്. എവിടെയും നമുക്ക് എന്തുമാക്കാൻ പറ്റാവുന്ന ക്വാളിറ്റിയും ഇതും ഉള്ള ഒരാളാണ്. അപ്പം ഒരാൾ നല്ലത് ചെയ്ത്, നിങ്ങളൊരു നല്ലത് ചെയ്തിട്ട് ആ നല്ലത് ചീത്തയാണെന്ന് വെറുതെ ട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. നല്ലത് നല്ലത് തന്നെയാണ് എപ്പോഴും. അതിനെപ്പറ്റി പറഞ്ഞെന്ന് ഓർത്തിട്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ അച്ഛൻ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, എൻ്റെ അച്ഛൻ ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയണം എന്ന് പറയുന്ന പക്ഷക്കാരനാണ്. അല്ല, അദ്ദേഹത്തിന്റെ അതിപ്പം നിലപാടുകൾ കോൺഗ്രസിൽ കുറച്ചൊരു ഒരു ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചിലപ്പം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പുള്ളി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. കോൺഗ്രസ് ഈ തവണ സതീശൻ്റെ ഒരു രീതിക്ക് എല്ലാവരും ഒരുമിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ട്. അത് ഏകദേശം കറക്റ്റാണ്. മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുന്നതും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കുന്നതും കൂട്ടായ തീരുമാനത്തിലായിരിക്കുള്ളൂ. പ്രതിപക്ഷ നേതാവ് തന്നെ ആവണം എന്ന നിർബന്ധമൊന്നുമില്ല. അത് പാർട്ടി തീരുമാനിക്കും. അത് ഇപ്പോൾ ആരും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ACC തീരുമാനിക്കണം. കുറേ ഘടകങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട്. പക്ഷേ ഇലക്ഷന് ഒത്തൊരുമയോട് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ UDFൻ്റെ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട. ഞാൻ പറയാൻ ആളല്ല, എന്നാലും അതാണ് ഇപ്പോൾ സംഘടന തീരുമാനിച്ചേക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ. ഇത്തവണ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി മത്സരാർത്ഥി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഘടനാപരമായിട്ട് ഇലക്ഷനിൽ ചേട്ടൻ ഇറങ്ങി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഈ വാർഡിൽ 900 ചില്ലം വാർഡ് വിഭജനം നടന്നപ്പോൾ 900 ചില്ലൻ വോട്ടേ ഉള്ളൂ. അതിൽ തന്നെ കുറേ പിള്ളേർക്ക് വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പോക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ 700 ചില്ലാൻ വോട്ടാണ് പോൾ ചെയ്തത്. അതിൽ തന്നെ 632 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥി ജയിച്ചത്. വൻ വിജയം. അത് ഈ വരാപ്പുഴ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. അതേപോലെ ജയിച്ചവരൊക്കെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര നേരം രാഷ്ട്രീയമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ദിലീപ് ഏട്ടനും കാവ്യയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ജനകീയ വിജയം. അത് പണ്ട് അമേരിക്ക പോയപ്പോൾ വിവാദമായ അമേരിക്കൻ ട്രിപ്പില് നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എടുത്ത ഫോട്ടോയാണ്. വിവാദ ട്രിപ്പിലെ ഫോട്ടോ ആണ്. ഡിസംബർ 8 അല്ല, അന്ന് ഞങ്ങൾ വലിയ ടീമായിരുന്നു. ദിലീപേട്ടൻ മാത്രമല്ല, ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, കലാഭമണി ഉണ്ടായിരുന്നു, സലിംകുമാർ ഉണ്ടായിരുന്നു, നാദർഷ ഉണ്ടായിരുന്നു, ഷാജോൺ ഉണ്ടായിരുന്നു, മരിച്ചുപോയ സുബി ഉണ്ടായിരുന്നു, റിമി ഉണ്ടായിരുന്നു, കാവ്യ ഉണ്ടായിരുന്നു, ഭാവന ഉണ്ടായിരുന്നു. ഫുൾ ടീം പോയത്. വലിയ ടീമായിരുന്നു. അന്നത്തെ ഫോട്ടോയാണ്. അത് തെരഞ്ഞെടുത്തിട്ടാണോ? അത് തന്നെ തെരഞ്ഞെടുത്തിട്ടാണോ? ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ അത് ഇങ്ങനെ കണ്ടു. അപ്പൊ ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും പിഷാരടിയും തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബർത്ത്ഡേ വിഷസ് പോലും പറയാറില്ല. ഹാപ്പി ബർത്ത്ഡേ എന്നോ അങ്ങനെയൊന്നും അവൻ എന്നോടും പറയാറില്ല, ഞാൻ അവനോടും പറയാറില്ല. അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ പിന്നെ ഇതിൽ വളരെ കുറവുമാണ്. മീഡിയയിൽ ഭയങ്കര കുറവ് വരുന്ന ഒരാളാണ്. അങ്ങനത്തെ സ്ക്രോളിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്ന് രാവിലെ വന്ന ഒരു ന്യൂസാണ്, ദിലീപ് കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് അങ്ങനെ വിധി പറയാനൊരു അവകാശമില്ല എന്ന് പ്രോസിക്യൂഷൻ ഒരു കുറിപ്പോട് കൂടി നിയമോപദേശം സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജഡ്ജി അല്ലാണ്ട് പിന്നെ ആരാ വിധി പറയണത്? മീഡിയ ആണോ വിധി പറയണത്? മീഡിയ പറഞ്ഞ വിധികളൊക്കെ തെറ്റിയില്ലേ? അപ്പം ജഡ്ജി അല്ലാണ്ട് പിന്നെ ആരാ വിധി പറയേണ്ടത്? അവർ പ്രോസിക്യൂഷൻ വാദിക്കുന്നു, ദിലീപേട്ടൻ്റെ വക്കീൽ വാദിക്കുന്നു. അതിന് രണ്ടുപേരുടെയും വിധിന്യായങ്ങൾ നോക്കിയിട്ട് ജഡ്ജിയാണ് പ്രസ്താവിക്കേണ്ടത്, അല്ലാണ്ട് മീഡിയ അല്ല. ഇവിടെ ആരെയും കുറ്റക്കാരനാക്കുന്നതും ആരോപിതനാക്കുന്നതും പറയാം. മീഡിയക്ക് വേണ്ടിയിട്ട്, മീഡിയക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി, എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പറയാമെന്നല്ലാതെ വിധി
പ്രഖ്യാപിക്കുന്നത് ജഡ്ജി തന്നെ, അതിൽ സംശയമില്ല. ഒരു 5 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ കോടതി വിധി മാനിച്ചിരുന്നതാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പോൾ ശരിക്കും മീഡിയ പറയുന്ന ഒരു മുൻവിധിയെ അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും കോടതി പറഞ്ഞ എല്ലാ മീഡിയ വഴിയിലൂടെ നമ്മൾ അറിഞ്ഞത് മീഡിയ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു മെജോറിറ്റി സമൂഹം ഇപ്പോൾ ഇല്ലേ ശരിക്കും? അവരുടെ മുമ്പിൽ ഇപ്പോഴും ഇപ്പോൾ കോടതി നിരപരാധി, ഇപ്പോൾ എക്സോർ അതിൻ്റെ പിന്നാമ്പുറം എന്തു ആയിക്കോട്ടെ, കോടതി നിരപരാധി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പോഴും കുറ്റവാളി എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ പറയണത്, ഇപ്പൊ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന ഒരാള് അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം അദ്ദേഹം കോടതി, ഞാനാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം എന്ന് വിചാരിച്ചെന്നെ, എനിക്ക് അത് ബാധിച്ചുകൊണ്ട് നടക്കാനുള്ളതൊന്നുമില്ല. ഇത്രയും വർഷം അതിനോട് പടവെട്ടി, 8-8.5 വർഷത്തോളം അതിനോട് പടവെട്ടിയിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷന് പറ്റിയില്ല. ശരിയാണല്ലോ? ഇത്രയും സാക്ഷികളും കൂറുമാറിയ സാക്ഷികളൊക്കെ വിട്ടേക്ക്, എന്നാലും പ്രോസിക്യൂഷന് ഒന്നും സമർപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ തോൽവി. ഇത്രയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഫുൾ തെളിവുണ്ടും മറ്റേന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ അതൊന്നും എടുത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ പ്രതീക്ഷ വക്കീലും അനിൽ രാജുവൊക്കെ ആദ്യത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നത്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ. ഞാൻ പറയുന്നത്, ഒരു പേപ്പർ പോലും ഇത്രയും വർഷം അന്വേഷിച്ചിട്ട് ഒരു പേപ്പർ പോലും പുള്ളിക്കെതിരെ കൊടുക്കാൻ ഒരു നല്ല തെളിവ്, പുള്ളിനെ അകത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തമായിട്ടുള്ള 1, 2, 3, 5 ഒരു തെളിവും ഇല്ലാതെ ഒരു പേപ്പർ പോലും കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ജഡ്ജി ചോദിച്ചത്. അപ്പോൾ പുള്ളി അകത്തിടുന്നത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് പുള്ളിനെ? അപ്പം മനഃപൂർവ്വം പുള്ളിനെ അകത്താക്കിയതല്ലേ? ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ, ആരായിരിക്കും ഇപ്പുറം നിൽക്കുന്ന ഈ മനഃപൂർവ്വം എന്ന് പറയുന്ന ആൾക്കാർ? ആരൊക്കെയാണ് ദിലീപിനെ അകത്താക്കിയിട്ട്? ഒരുപാട് പേർക്കുണ്ടാവും. പുള്ളി താഴ്ന്ന നിലയിൽ നിന്ന് വന്ന ഒരാളാണ്, വാടക വീട്ടിൽ താമസിച്ചു, മിമിക്രിയിൽ വന്നു, സിനിമയിൽ വന്നു, സിനിമയുടെ എല്ലാ മേഖലകളിലും പുള്ളി ഒന്ന് സഞ്ചരിച്ചു, അതിലൊക്കെ എല്ലാം സക്സസ് ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കുശുമ്പും കുന്നായ്മയും അസൂയയും ഒക്കെ വരും. അങ്ങനെ പുള്ളിനെ പെടുത്തണമെന്ന് വിചാരിച്ച ആൾക്കാരാണ് ഇതിൽ. ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ നമ്മൾ ആളല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേർക്ക് അതിൻ്റെ ഒരു ശത്രുക്കൾ സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയാണ്, അതങ്ങനെയാണ്. കണ്ടിരുന്നോ വിധിക്ക് ശേഷം ദിലീപണ്ണെ? ഞാൻ വോട്ട് ചെയ്യാനായിട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കാണുന്നത് ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ വെച്ച് കണ്ടു. ഞങ്ങളങ്ങനെ വിളിയുമ്പുറത്തിലൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കണേക്കാട്ടും കൂടുതൽ പുള്ളി എല്ലപ്പോഴും ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവ്. ഞാനങ്ങനെ ചാൻസ് വെച്ച് വിളിക്കലുമില്ല, ഒന്നുമില്ല. ഒന്നും വരെ ചാൻസ് ചോദിച്ചിട്ടില്ല. പുള്ളി എനിക്ക് ചാൻസ് തന്നേ ഉള്ളൂ.